നമുക്കറിയാം 2017 ആവുമ്പോൾ 2015 98 വർഷം തികയാണ് ഈ ബാങ്കിന്. 2017 എത്തുമ്പോഴേക്ക് 100 വർഷം നാടിനും നാട്ടുകാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബോർഡ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സജീവമായി സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണ ബാങ്ക്. അതിനൊക്കെ അപ്പുറം എന്നും അതിലെ മെമ്പേഴ്സ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവം, പ്ലസ് പോയിന്റ്. അപ്പൊ നാട്ടിലെ ഒരു ബാങ്ക്, ആ ബാങ്കിന്റെ ഒരു പുതിയ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മധുരമൂരുന്ന ഒരു വിരുന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ധന്യമായ മനസ്സോടെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതുപോലെ തന്നെ ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഈ വിരുന്നിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഇതിന്റെ മുഴുവൻ സംഘാടകർക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. വൈവിധ്യമാർന്ന നിരവധി കലാപരിപാടികളൊക്കെ കാണുകയും വിമർശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിലുപരി വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും. നാക്കും വാക്കും നോക്കും കണ്ണും മണ്ണും പിണ്ണും കലയും കലാകാരനും ഒന്നിക്കുമ്പോഴാണ് ഏതൊരു പ്രോഗ്രാമും ആസ്വാദകരായ നിങ്ങൾക്കും അതുപോലെ തന്നെ അവതാരകരായതാ ഈ ഞങ്ങൾക്കും ഒരുപോലെ ആകർഷകമാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ അണിയിച്ചൊരുക്കി രൂപപ്പെടുത്തി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കലാകാരന്മാരുടെ ഒട്ടനവധി ദിവസത്തെ കഠിനാധ്വാനമുണ്ടെന്ന് അറിയുന്നവർ വളരെ ചുരുക്കമാണ്. നിഗതമായ ശബ്ദദീപ നിയന്ത്രണത്തോടു കൂടിയുള്ള ഈ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും നിങ്ങളുടെ കയ്യടിയും പ്രോത്സാഹനവും മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ ഈ നാടിന്റെ സ്നേഹം, ഈ നാട്ടുകാരുടെ സ്നേഹം നല്ല ഒരു കയ്യടി തന്നുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം. ഒരു ഉഗ്രം കയ്യടിച്ച് എല്ലാവരും ഉഷാറായിട്ട്. ഓക്കെ, ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, നിങ്ങളുടെ നാട്ടുകാരനും നിങ്ങളുടെയൊക്കെ കൂട്ടുകാരനുമായ സമദ്. അദ്ദേഹമാണ് ഇന്ന് ഞങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത്. 300ഓളം പാട്ടുകൾക്ക് രചന നിർവഹിച്ച സമദ്. ചെറിയൊരു മോണാറ്റും ഉണ്ട്, മിമിക്രിയും ഉണ്ട്. ചെറിയൊരു മോണാറ്റ് എടുക്കാന്, മിമിക്രി ആക്കാൻ, ഒരു ചെറിയ മിമിക്രി എടുക്കാന്. ആ, ഇത് വടിമേല ചേരണം എന്നാലേ കിട്ടുള്ളൂ. എന്നെ വടി, ഞങ്ങള് വടിയെന്ന് അറിയാം. നിങ്ങൾ എത്താച്ച പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് വളഞ്ഞിട്ടൂലേ? നിനക്ക് ഉത്തരമില്ലല്ലോ. എന്താ ഇന്ന് മെയിൻ സ്ലേവ് ചെയ്യുന്നത് കഴിഞ്ഞ് പുറത്തു കൂടെ ഒക്കെ ചട്ടിയൊക്കെ വീണ് പങ്കാളികളായിരുന്നു. ഐറ്റങ്ങൾ ആകെ എരപ്പായി കഴിഞ്ഞ് ഇന്ന് പണിയൊക്കെ കഴിച്ച് ഇങ്ങനെ വരിക. അപ്പൊ അങ്ങനെ പരിപാടി ഉണ്ട് പറഞ്ഞപ്പോ നമ്മളെ നാട്ടിലെ പരിപാടി ഇല്ലേ, അപ്പൊ അങ്ങനെ കൂടിയതാ. അങ്ങോട്ട് നോക്കുമ്പോ ബേജാറായിട്ട് അച്ഛൻ പറഞ്ഞ ഹലോ 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 എന്ന് കൂടുതൽ പറയണ്ട, കുറഞ്ഞ സമയം ഞങ്ങളൊക്കെ പറഞ്ഞേക്ക ഹലോ ഹലോ എന്നതില്, അതുകൊണ്ട് പറഞ്ഞതാ. പോതിയല്ലേ പേരെന്താ? ബാവ. ബാവ കൂട്ടിലങ്ങാടി ഉള്ള ബാവയാണല്ലേ? അത് ശരി. എന്താ വർക്ക്? സെൻട്രിങ്ങിന്റെ പരിപാടി ഞാൻ പറഞ്ഞില്ലേ, മെൻസിലേവിന്റെ ഒന്ന് മെൻസിലേവ് ചെയ്യുന്നത്. 10-12 കൊല്ലം അതിന്റെ ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. 12 വർഷമായിട്ട് ഹെൽപ്പറോ? എന്റെ അമ്മോ, 3 വർഷമാകുമ്പോൾ എല്ലാവരും മേസരി ആവുക. 12 വർഷമായിട്ട് ഹെൽപ്പറായിട്ട് ഇങ്ങനെ എന്താ പറയാ, മേസരി ആയി കഴിഞ്ഞാൽ മേലെ കയറി വെയിലും വാങ്ങി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിന്റെ ഇടയിൽ ഒളിച്ചിരുന്ന വൈകുന്നേരം 500 പെട്ടു. അത് മതി, അങ്ങനെ കഴിഞ്ഞൂടി ഉടായിപ്പന്റെ ആളാണ്. ആയിക്കോട്ടെ. മങ്കി കേപ്പൊക്കെ ഉണ്ടല്ലേ? അത് മഞ്ഞല്ലേ, കൂറ്റു പോവും. കൂറ്റല്ല, ശബ്ദം. ഞങ്ങള് കൂറ്റുന്ന പറയാ, ഞങ്ങളെ പറഞ്ഞോളെ, ഞങ്ങൾ നോക്കണ്ടെങ്കില്. ഏതായാലും സുഹൃത്തെ, എന്റെ അയൽവാസികളൊക്കെ ഇല്ലേ, എന്നെ ആസിഫ് അലി എന്നാ വിളിക്കാം. എന്റെ അയൽവാസികള്. അല്ല, അയൽവാസികൾക്ക് എന്താ കണ്ണ് കാണൂലേ? കണ്ണാണ് ഏറ്റില്ല, ഓരോന്നും ആസിഫ് അലിനെ കണ്ടില്ല. അതാ വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ഇപ്പത്. ചെറിയ ഐറ്റംസ് എടുക്കുക, നിങ്ങൾ കൈ അടിക്കണം. ഞാൻ മുട്ടെടുത്തിട്ടാ തുടങ്ങുള്ളൂ. പെണ്ണുങ്ങൾ അറിഞ്ഞാണ് എവിടെ പോയി കഴിഞ്ഞാലും മൈക്ക് ചെക്ക് ചെയ്യണം. കല്യാണൊക്കെ കഴിഞ്ഞോ? പെണ്ണിട്ടാത്തരി ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണുങ്ങൾക്ക് ഒരു വിളിയാ, വാവേ നീച്ചൂട്, മിറ്റടിച്ചേരിക്കൂട്, അമ്മിമലച്ച് മുളകരച്ചൂട്. അത് അമ്മിമലച്ച് മുളകരക്കുമ്പോഴാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്തുള്ളൂ, അമ്മായിമ്മ തേപ്പിക്കാളും. മിസ്റ്റർ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം തൊട്ടപ്പുറത്ത് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ അയൽവാസികളുണ്ടാവും. മോശം ഞാൻ കിട്ടേ പറയില്ലേ, കിട്ടിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് അറിയാം ബാക്കിലൊക്കെ. ഓക്കെ, ഏതായാലും ബാവ